അവർ വീടൊക്കെ കണ്ട് നിധി അവരുടെ കൂടെ തന്നെ തിരിച്ചു പോകും. ഇതൊന്നും പക്ഷേ സുധിക്ക് ഇഷ്ടാവുന്നില്ല. സുധി ഒരു മത്തങ്ങ തലേൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. നികേഷും ഹരീഷും കൂടെ സുധിയെ കളിയാക്കിയിട്ട് ഓരോന്ന് പറയാണ്. സുധീഷേട്ടന് അയാളെ കണ്ടപ്പോൾ തന്നെ ഒരു അസൂയ. സുധിക്ക് എന്തിന്? അയാൾ നല്ല സ്മാർട്ടാണ്. ഞാനും സ്മാർട്ടാണ് അല്ലേ സുഭാഷ് ചേട്ടാ? സുഭാഷ് ആ അതെ, അയാൾ അയാളുടെ രീതിയിലുള്ള സ്മാർട്ട്, നീ നിൻ്റെ രീതിയിലുള്ള സ്മാർട്ട്. ആ എം ഡിയോട് എടുത്തി കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴാ സുധീഷ് ചേട്ടന് ദേഷ്യമൊക്കെ. സുധി വരും വേറെ ആരെ കണ്ടാലും ഭർത്താവാണെന്ന് പറയുന്ന അവരോട് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കസിൻ ബ്രദറാണെന്ന്. സുഭാഷ് വരും മറ്റുള്ളവരോട് പറയും പോലെയാണോടാ, അവൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, അതുകൊണ്ടാവും. സുധി വരും ഞാൻ അവളോട് പറയിച്ചോളാം. നികേഷും ഹരീഷും കളിയാക്കി ചിരിക്കുമ്പോൾ സുധി പറയും നീയൊക്കെ കുറിച്ച് വെച്ചോ, 6 മാസം കൊണ്ട് ഞാനത് അവളോട് പറയിക്കും. 180 ഡേയ്സ്. സുധീഷാണെങ്കിൽ റൂമിൽ പോയിട്ടും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ബാത്റൂമിൻ്റെ പണി നടക്കുകയാണ്. സുഭാഷ് അവിനാശിനോട് ചോദിക്കും ടൈലിൻ്റെ പണി ഇന്ന് തീരില്ലേ? അവിനാശ് പറയും ഇന്ന് കഴിയും. ആ സമയത്ത് സുധി സുഭാഷിനെ അങ്ങോട്ട് വിളിക്കും. സുഭാഷ് ചോദിക്കും എന്താടാ? സുധി പറയും അച്ഛൻ പറയുന്നതൊക്കെ ശരിയാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നികേഷ് ചോദിക്കും അച്ഛൻ പറയുന്നതോ? സുധി പറയും സുഭാഷ് ചേട്ടനെ അവളൊരു ജ്യേഷ്ഠനെ പോലെ കരുതുന്നത്, ഇവനെ കുഞ്ഞനിയനും. എന്നെയും അതുപോലെയാണോ കാണുന്നതെന്ന് എനിക്കൊരു സംശയം. നികേഷ് പറയും അച്ഛൻ പറയുന്നതൊക്കെയാണോ കേൾക്കുന്നത്? സുധീഷ് ചേട്ടന് എന്തോ ഒരു പ്രശ്നമുണ്ട്. സുധി പറയും സുഭാഷ് ചേട്ടാ ഇന്ന് വന്നവനില്ലേ എം ഡി, അവന് നിധിയെ ഒരു നോട്ടമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവനെ ഞാൻ കൊല്ലും. സുഭാഷ് പറയും നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. നികേഷ് പറയും ഇത് ടോക്സിക്, ഹൈ ലെവൽ ടോക്സിക്. സുധീഷ് പറയും അതാടാ ഞാൻ ഇച്ചിരി ടോക്സിക്കാ, അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് മനസ്സിലാക്കി കൊടുക്കുന്നത് സത്യം ചെയ്താലേ, പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ. സുധീഷ് പറയും അത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, പക്ഷേ അതിന് നിങ്ങളുടെ കൂടെ സഹായം വേണം. സുഭാഷ് ചോദിക്കും ഞങ്ങളെന്ത് സഹായിക്കാനാടാ? ഒന്നും ചെയ്തു തരണ്ട, നിങ്ങളിപ്പോൾ കഴിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് കുറച്ചാൽ മതി. നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കാരണമാണ് അവൾ എന്നെ മൈൻഡ് ചെയ്യാത്തത്. വർക്ക്ഷോപ്പിൽ നീതു വന്നിട്ട് ഹരീഷിനോട് വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് വീട്ടിൽ ഇഡ്ഡലിയായിരുന്നു, എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹരീഷ് പറയും വീട്ടിൽ സുഭാഷ് ചേട്ടന് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അവർ രണ്ടുപേരും അങ്ങനെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീതുവിൻ്റെ അച്ഛൻ ഓട്ടോയിൽ ആ വഴി വരികയാണ്. അച്ഛൻ അവിടെ ഇറങ്ങിയിട്ട് നീതുവിനോട് ചൂടാവുകയാണ്. നീതു പക്ഷേ വിട്ടുകൊടുക്കുന്നില്ല. നീതുവും അതേ രീതിയിൽ തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. അച്ഛൻ പോയി കഴിയുമ്പോൾ ഹരീഷ് പറയും എന്തൊരു ധൈര്യമാടി നിനക്ക്, അച്ഛനോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീതു പറയും അച്ഛനോടായതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഹരീഷ് പറയും ഇച്ചിരി മര്യാദ കാണിക്കായിരുന്നു, മര്യാദ കാണിച്ചാൽ കൂടെ ചെല്ലണ്ടേ, നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് പഴയ പോലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അച്ഛൻ വീട്ടിൽ മദ്യപിച്ച് ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നിധി അങ്ങോട്ട് വരുമ്പോൾ ആ പാട്ട് എഴുതിയ ആളെക്കുറിച്ച് പൊക്കി പറയാണ്. നിധി അറിയും ആ നല്ല വിവരമൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടെന്താ ഈ വീട്ടിലൊരു വിലയില്ലാതായിപ്പോയത്? അച്ഛൻ പറയും നമ്മുടെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ളവരാണോ? നമ്മൾ തന്നെ നിശ്ചയിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഭാസ്കരൻ ഇവിടെയല്ല, കേരളത്തിൽ തന്നെ ഒരു റെയർ പീസാണ്. നിധിക്കും ഈ വീട് മറ്റുള്ള വീട് പോലെ ആവണമെന്ന് അച്ഛൻ വിചാരിക്കാറില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിലൊക്കെ കഴിയുന്നൊരു വീട്. അച്ഛൻ പറയും അച്ഛനും മക്കളും സ്നേഹത്തോടെ വിഷുവിന് ഒരുമിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഓണത്തിന് ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെയല്ലേ? ആ ഇഷ്ടമാണ്, പക്ഷേ ഞാനേ മക്കളെ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് വളർത്തുന്ന ആളൊന്നുമല്ല. അവരെ അവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടും. അവർക്ക് പഠിക്കണോ പഠിച്ചോട്ടെ, പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പഠിക്കണ്ട, ഫുൾ ഫ്രീ. മോളെ പ്രകൃതിയിലെ ജീവികളെ നോക്ക്, അവരൊക്കെ അതിൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, അതുപോലെയാണ് ഭാസ്കരൻ. നിധി പറയും ഒരു വ്യത്യാസമുണ്ട്, ഈ പ്രകൃതിയിലെ ജീവികളൊന്നും അവരുടെ കുഞ്ഞിനെ അവരുടെ അമ്മയിൽ നിന്ന് അകറ്റി നിർത്താറില്ല. നിങ്ങളുടെ അതേ സ്വഭാവമാണ് സുധീഷിന് കിട്ടിയിരിക്കുന്നത്.